തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പ്രവർത്തിച്ചിരുന്ന ബ്രൂക്ക് പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക് ഉടമയായ ഡോൾസി ജോസഫൈൻ സജു, മകനും ഡയറക്ടറുമായ രോഹിത് സജു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ സ്ഥാപനത്തിലുണ്ടായിരുന്ന രേഖകൾ കാറിൽ കടത്തുന്നതിനിടെ പോലീസ് എത്തി. കാറിൽ കടക്കാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് പിന്നാലെ പാഞ്ഞ് പൈപ്പിൻമൂട് ജംഗ്ഷനിൽ വെച്ച് വാഹനം കുറുകെയിട്ടാണ് പിടികൂടിയത്. വിദേശത്ത് തൊഴിൽ വിസയും വൻ ശമ്പളമുള്ള ജോലികളും തരപ്പെടുത്തി തരാമെന്ന് സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് പരസ്യം നൽകിയിരുന്നത്. തട്ടിപ്പിനിരയായത് സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. 2027 ഡിസംബർ തൊട്ട് 4 ലക്ഷം രൂപയാണ് ഞാൻ അവർക്ക് കൊടുത്തത്. 5 മാസത്തിനുള്ളിൽ എൻ്റെ വൈഫിനെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇതുവരെയും അവർ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടില്ല. പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങി ഇരിക്കുന്ന ടൈമിൽ ഇവർ എന്നോട് പറഞ്ഞ് മാസ്റ്റേഴ്സ് എടുക്കാനാണെങ്കിലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്. അപ്പോൾ ഞാൻ IELTS കാര്യം ചോദിച്ചപ്പോൾ IELTS എടുക്കണ്ട, നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് വർക്ക് ചെയ്ത് 1 വർഷം കഴിയുമ്പോൾ IELTS എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഫോണിൽ ബന്ധപ്പെടുന്നവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഒരാളിൽ നിന്ന് 2 ലക്ഷം രൂപ മുതൽ 10.5 ലക്ഷം രൂപ വരെ വാങ്ങി. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും നടപടികളൊന്നും ഉണ്ടാകാതായതോടെയാണ് പലരും പണം തിരികെ ചോദിക്കാനെത്തിയത്. 4 ലക്ഷവും വാങ്ങി 2 വർഷവും കഴിഞ്ഞു. ഇപ്പോൾ വനിതാ കമ്മീഷനിൽ നോട്ടീസ് വന്നിരിക്കുന്നു. ഞാൻ അവരെ സെക്ഷൽ ആക്ടിവിറ്റിക്കായിട്ട് നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. വീട് പണയപ്പെടുത്തിയപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് തട്ടിപ്പാണ്, നമ്മൾ വീട് പണയപ്പെടുത്തി ഇത്രയും രൂപ കൊടുക്കാൻ പാടില്ല, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോള് കേൾക്കാതെ ആ ആൻറ്റി നല്ല വിശ്വാസമാണ്, ഒരു കുഴപ്പമില്ല, എല്ലാവരും കൊടുത്തേക്കിനി. പോലീസ് കേസെടുക്കുകയും മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയും ചെയ്തതോടെ ഇവർ സ്ഥാപനം പൂട്ടി മുങ്ങിയിരുന്നു. സ്പൈസസിൻ്റെ എക്സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. അല്ലാതെ ഇവരിങ്ങനെ അല്ലാതെ ആൾക്കാരെ ഇങ്ങനെ ജോബിന് വേണ്ടി കൺസൾട്ടൻസി നടത്തുകയാണ്, അതിന് വേണ്ടിയിട്ടല്ല ഇവരെ എടുത്തത്. റെൻ്റൽ എഗ്രിമെൻറ്റ് തന്നെ സ്പൈസസ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞാണ് എടുത്തത്. തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി, വയനാട്, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരാണ് തട്ടിപ്പിനിരയായതായി വിവിധ പോലീസ് സ്റ്റേഷനുകളായി പരാതി നൽകിയത്. പരാതി കൊടുത്തവർക്കും വാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് നേരെയും പ്രതികൾ കേസ് കൊടുത്തിരുന്നു. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.